ഗോസായിച്ചോറ് എന്ന കഥകളുടെ പ്രകാശനമാണ്. ഗോസായിച്ചോറ് ചെറുകഥകളാണ്, വളരെ വിലയേറിയ വിലപ്പെട്ട കഥകൾ കൂടിയാണ്. മലയാള കഥയിൽ നിന്നും രാഷ്ട്രീയ ഭാവനകൾ അന്യം നിന്ന് പോകുന്ന കാലത്താണ് ഈ ഗോസായിച്ചോറ് കഥകൾ ജനിക്കുന്നത് എന്നതാണ് ഈ കഥാ സമാഹാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഈ പുസ്തകത്തെ ഏറെ പ്രസക്തമാക്കുന്നത്. പൊതുവെ സാഹിത്യത്തിൽ രാഷ്ട്രീയം പ്രത്യക്ഷപ്പെടുന്നത് മോശമായി കരുതുന്നവരാണ് ഏറെ കൂടുതലും. ഈ കഥകളെ വായിച്ചറിഞ്ഞ് ഈ കഥകൾക്ക് അവതാരിക എഴുതിയിരിക്കുന്ന പ്രശസ്ത കഥാകാരൻ ശ്രീ പി സുരേന്ദ്രൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള വാക്കുകളാണിവ. രാഷ്ട്രീയോന്മുഖമായ എഴുത്ത് വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നു എന്നതാണ് വാസ്തവം. ഒരു എഴുത്തുകാരൻ്റെ കൃതിയിലെ രാഷ്ട്രീയ ഭാവനകളോട് യോജിക്കുകയോ വിയോജിക്കുകയോ നമുക്ക് ചെയ്യാം. പക്ഷേ അയാളുടെ രചനകൾ സാമൂഹ്യ നിർമ്മിതികളെ എത്ര കണ്ട് വശം ചേർക്കുന്നു എന്ന അനുസരിച്ചിരിക്കും ഓരോ കഥകളും ഓരോ ചെറുകഥകളും എന്നതാണ് വാസ്തവം. ഗോസായിച്ചോറിൻ്റെ കഥാകാരൻ എനിക്കേറെ പ്രിയപ്പെട്ടവനാണ്. സഹപ്രവാസി എന്ന നിലയിൽ പ്രിയപ്പെട്ടവനാണ്. എന്നതിലെല്ലാം ഉപരി എൻ്റെ സഹ കലാലയ അനുജനാണ് എന്നതാണ്. ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ച SK പൊറ്റേക്കാട് പുരസ്കാരം നേടിയ അക്ബർ അലീക്കരയാണ് ഗോസായിച്ചോറിൻ്റെ കഥാകാരൻ. ഗോസായിച്ചോറ് പുസ്തകമാക്കി നമുക്കായി അവതരിപ്പിക്കുന്നത് ഹരിതം ബുക്സ് ആണ്. ഹരിതം ബുക്സിന്റെ പ്രതാപൻ തായാർ വേദിയിലുണ്ട്. ഈ പുസ്തകം പ്രകാശനം നിർവഹിക്കുന്നത് ഇഷ്ടത്തെ ഇഷ്ടത്തോടെ പറയുകയും ഇഷ്ടമില്ലായ്മയെ ഇഷ്ടമില്ലായ്മയായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന പച്ച അഭിപ്രായങ്ങളുടെ എഴുത്തുകാരിയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എന്നൊരു പച്ച സാരി ഉടുത്ത് തന്നെ അവരിവിടേക്ക് എത്തിയിരിക്കുന്നത് ശ്രീമതി KP സുധീര. KP സുധീരയ്ക്ക് സ്വാഗതം. ഈ പുസ്തകം സ്വീകരിക്കുന്നത് വെറും വാർത്തകൾ കൊണ്ടല്ല നമ്മുടെ പ്രിയപ്പെട്ടവനായി മാറിയത്, സ്പെഷ്യൽ വാർത്തകൾ കൊണ്ട് നമ്മളുടെ പ്രിയപ്പെട്ടവനായി മാറിയ ഷാബു കിളിത്തട്ടിൽ. ഒപ്പം ആശംസകൾ അർപ്പിക്കുവാനുള്ളത് മറ്റൊരു മാധ്യമ പ്രവർത്തകൻ, ശബ്ദത്തിലൂടെ തന്നെ നമുക്കേറെ പരിചയമുള്ള, അതിലേറെ പേരിൽ കൂടി ഏറെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഹിഷാം അബ്ദുൽ സലാമാണ്. ഒപ്പം ഇവിടെ ഈ ചടങ്ങിനായി എത്തിയിരിക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ആദ്യം പുസ്തക പ്രകാശനത്തിലേക്ക്, പുസ്തക പ്രകാശനത്തിന് ശേഷം ചടങ്ങുകളിലേക്ക്. അക്ബർ അലിക്കരയുടെ ഗോസായിച്ചോറ് ഹരിതം ബുക്സ് നമുക്കായി തയ്യാറാക്കി തന്നിരിക്കുന്ന കഥകളാണ് ഗോസായിച്ചോറ്. ഹരിതം ബുക്സ് പ്രതിനിധി ശ്രീ പ്രതാപൻ തായാർ സംസാരിക്കും പുസ്തകത്തെ കുറിച്ച്. പുസ്തകത്തെ കുറിച്ച് എന്നതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് എഴുത്തുകാരനെ കുറിച്ചാണ് ചിലത് പറയാനുള്ളത്. അക്ബർ അലിക്കരയുടെ എഴുത്ത് ജീവിതം ഏറെക്കുറെ എൻ്റെ കണ്ണിൻ്റെ മുന്നിലൂടെ ഞാൻ സാക്ഷ്യം പറയുന്ന എഴുത്ത് ജീവിതം തന്നെയാണ്. അക്ബർ അലിക്കരയുടെ ആദ്യ പുസ്തകം ചിലക്കാത്ത പല്ലി, ഈ പുരസ്കാരം SK പൊറ്റക്കാട് പുരസ്കാരം നേടിയ കൃതി, അത് കിട്ടിയ സമയത്ത് ആ പുസ്തകത്തിനോട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അരാഷ്ട്രീയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് തൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ ഉറക്കെ പ്രഖ്യാപിക്കാനും അടിവരായിട്ട് പറയാനും അക്ബർ തയ്യാറായി എന്നുള്ളതാണ്. പക്ഷെ അവിടെ എനിക്ക് ചെറിയ ചില വിയോജിപ്പുകളുണ്ടായിരുന്നു ആ പുസ്തകം വായിക്കുമ്പോൾ. എന്നുള്ളത് ഞാൻ അക്ബറിനോട് കഴിഞ്ഞ മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞിരുന്നത്. ഇന്ന് എനിക്ക് ആ വിയോജിപ്പില്ല. പറഞ്ഞിരുന്നു, ഒരു നമ്മളൊക്കെ ഈ മാപ്ര എന്ന് വിളിക്കുന്ന മാധ്യമ പ്രവർത്തകരായിട്ട് വിളിക്കപ്പെടുന്ന, കളിയാക്കി വിളിക്കപ്പെടുന്ന, അത് അങ്ങനെ വിളിക്കപ്പെടാൻ പാടുണ്ടോ സത്യത്തിൽ? അത് ശരിയാണോ എന്നൊക്കെയുള്ള മറ്റുള്ള പല ചോദ്യങ്ങളും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത്തരമൊരു കഥയും അതിലുണ്ടായിരുന്നു. ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് എല്ലാവിധ സ്വകാര്യതകളുടെയും അവരുടെ അവകാശങ്ങളെയും നിഷേധിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർ നടത്തിയ ചില പ്രവർത്തനങ്ങളെയാണ് അന്ന് അക്ബർ അലിക്കര വലിയ അർത്ഥത്തിൽ പരിഹാസം കൊണ്ടും എല്ലാ അർത്ഥത്തിലും കഥയിൽ അത് പറഞ്ഞത്. അന്ന് എനിക്ക് ആ കഥ അത്ര ഇഷ്ടമായിരുന്നില്ല. പക്ഷെ പിന്നീട് തീർച്ചയായും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നമ്മുടെ ദൃശ്യമാധ്യമ പ്രവർത്തനങ്ങൾ പോകുന്ന രീതികൾ വെച്ചുകൊണ്ട് ഓൺലൈൻ മാധ്യമങ്ങളും
അത് അക്ബർ അലിക്കര കാലത്തിന് മുമ്പേ സഞ്ചരിക്കുകയായിരുന്നു എന്നും ആ കഥയും കാലത്തിന് മുമ്പേ സഞ്ചരിക്കുകയായിരുന്നു എനിക്ക് അത് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് ഇപ്പം ഈ രണ്ടാമത്തെ പുസ്തകങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് എത്ര സുന്ദരമായാണ് കഥ എന്ന് പറയുന്ന മാധ്യമവും ഭാഷയും അക്ബറിന് വഴങ്ങുന്നത് എന്നുള്ളത് ഭയങ്കര അത്ഭുതത്തോടു കൂടി തന്നെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, നഗര കേന്ദ്രീകൃതമായി നമ്മളുടെ ചെറുകഥയും സാഹിത്യവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. ഈ കാലത്ത് അക്ബർ തൻ്റെ കഥകളെ മുഴുവൻ ഗ്രാമീണ തലത്തിലേക്ക് നാടൻ പദങ്ങളും നാടൻ ജീവിതവും നാട്യഭാഷകളും ഉപയോഗിച്ചുകൊണ്ട് അക്ബർ പുനഃപ്രദർശിച്ചിരിക്കുന്നത്. അത് ഈ പുസ്തകത്തിന് ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യം തന്നെയായിട്ട് ഞാൻ കരുതുന്നു. മറ്റൊരു കാര്യം കൂടി എന്താ വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായും ഈ കഥയ്ക്കുള്ള ആദ്യത്തെ കഥയ്ക്കുള്ള ചെറുകഥാ സമാഹാരത്തിനുള്ളതിനേക്കാളും കൂടുതൽ വൈവിധ്യമുണ്ട് ഈ കഥകൾക്ക് എന്നുള്ളതാണ്. വിഷയം സ്വീകരിച്ചതിനും ആ വിഷയത്തെ പ്രസൻറ്റ് ചെയ്തതിനുമുള്ള വൈവിധ്യം കൃത്യമായിട്ടുണ്ട്. സുധീരൊക്കെ സംസാരിക്കാനുണ്ട്, നിങ്ങൾക്ക് കേൾക്കാനുണ്ട്. ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അക്ബർ അലിക്കരയുടെ തിരിച്ച് കേരളത്തിലേക്ക് എത്രയും പെട്ടെന്ന് അക്ബർ തിരിച്ചെത്തണം എന്ന് ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നു. കാരണം ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള അർത്ഥത്തിൽ. അക്ബറും അക്ബറുടെ വീട്ടുകാരും അതിപ്പോൾ ആഗ്രഹിക്കുന്നില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ടോ. ആയിഷ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പേരാണ്, പ്രത്യേകിച്ച് കഥകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ. ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് ആയിഷ എന്ന പേരുള്ള 2 സ്ത്രീകൾക്കാണ്. തൻ്റേടികളായി ജീവിച്ച് വിട പറഞ്ഞുപോയ 2 ആയിഷമാർക്കാണ് ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. അക്ബർ ചക്കമലത്ത് ആയിഷ, അതായത് അക്ബറിന്റെ ഉമ്മയുടെ മാതാവാണ് ചക്കമലത്ത് ആയിഷ. ഒപ്പം പത്തായപ്പുരയ്ക്കൽ ആയിഷ ഉപ്പയുടെ മാതാവിന്. അങ്ങനെ 2 ആയിഷമാർക്കാണ് ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. പുസ്തക പ്രകാശനം നിർവഹിച്ച KP സുധീര. പ്രിയപ്പെട്ടവരെ, അക്ബർ ആയിക്കരയുടെ ഗോസായി ചോറ് എന്ന ആ പുസ്തകത്തിൻ്റെ പേരിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ. പിന്നെ ഗ്രാമീണത നിറഞ്ഞ കഥകൾ. അത് ഇന്നിപ്പോൾ നേരത്തെ പ്രതാപൻ സാർ പറഞ്ഞ പോലെ നഗരവും അതുപോലെ നാഗരികതയിൽ എഴുതപ്പെടുന്ന കഥകളാണ് ധാരാളം ഉള്ളത്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കുമ്പോൾ പ്രഭാതത്തിൽ നമ്മൾ ഏതോ വയൽവരമ്പിൽ കൂടെ നടക്കുന്ന പോലെ നമ്മുടെ കാലുകളിൽ മഞ്ഞിൽ നനഞ്ഞ പുല്ലോലകൾ തട്ടുന്നു, കിളികൾ കരയുന്നു, ഇത് കേരളമാണ് എന്നൊരു തോന്നലുണ്ടാവും. പിന്നെ ഈ ഗോസായി ചോറ് എന്ന കഥയെപ്പറ്റി മാത്രം ഞാൻ പറയാം. കാരണം ഇത് നമ്മുടെ ജാതീയതകൾ ഇന്നും പണ്ട് പിന്നെ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ഒക്കെ മതം ഇല്ലാതാക്കാൻ വേണ്ടി അവരുടെ ജീവിതം സമർപ്പിച്ചപ്പോൾ ഇന്ന് നമ്മൾ കൂടുതൽ മതത്തിൻ്റെ മലക്കെട്ടിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. കൂടുതൽ ആ വലക്കണ്ണി പൊട്ടിച്ച് പുറത്തു പോകാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് ഇന്ന് ഭാരതം നിൽക്കുന്നത്. അതിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു കഥയിൽ പറയുന്നുണ്ട്, നമ്മൾ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് തമ്പ്രാക്കന്മാരല്ല, ഞങ്ങളുടെ ജീവിതം അത് ഞങ്ങളുടേതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ പുസ്തകത്തിന് ഇദ്ദേഹം ചിലക്കാത്ത പല്ലി എന്നൊരു പുസ്തകം മുൻപ് ഇറക്കിയിട്ടുണ്ട്. പുസ്തകം വായിക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ബ്രാഹ്മണന്മാരുടെ മാത്രം കുത്തകയായിട്ടുള്ള ഈ ഗോസായി ചോറ് എന്താണോ അദ്ദേഹത്തിന് എഴുതി വെച്ചത് ഞാൻ വിചാരിച്ചു. എന്താ വെച്ചാൽ അത് ഈ ബ്രാഹ്മണനുണ്ടാക്കുന്ന ഗോസായി ചോറ് ഒരു ദളിതയായിട്ടുള്ള ടീച്ചർ ഉണ്ടാക്കണം, അങ്ങനെ ഒരു വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ നമുക്കറിയാം കലോത്സവത്തിൽ മത്സ്യം കൊടുക്കുന്നത് ഏതോ ഒരു ജാതിയുടെ ഇതാണെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് സമകാലികമായ സംഭവങ്ങളെ കുറിച്ച് ഒരു കഥ എഴുതുക. അപ്പം ജാതീയത ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാലത്ത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യനെ കശാപ്പ് ചെയ്യുകയും മനുഷ്യനെ വേട്ടയാടുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാടിനാണ് ശ്രീ അക്ബർ പോലുള്ള കഥകൾ എഴുതുന്നത്. പിന്നെ അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, നിങ്ങൾ ജയമോഹൻ്റെ 100 സിംഹാസനങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും. അത് ആകെ 5 ചാപ്റ്ററുള്ള 10-24 പേജുള്ളൊരു പുസ്തകമാണ് കേട്ടോ. അത്ര മനോഹരമായിട്ടൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. അത്ര തൊട്ടാൽ കൈകൊള്ളുന്ന തരത്തിലുള്ള സബ്ജക്റ്റാണ്, ജാതീയതയാണ്. IAS-കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ, പിന്നെ മനുഷ്യന് എപ്പോഴും അദ്ദേഹത്തിന് ഒരു അധമബോധമാണ്. അവരുടെ തൻ്റെ ചുമലിൻ്റെ പിന്നാലെ നിന്ന് പലരും തന്നെ പരിഹസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അധമബോധമുള്ള ഒരു മനുഷ്യൻ്റെ കഥയാണ്, നായാടികളുടെ കഥയാണ്. നായാടികളെ നമുക്കറിയാം,
പണ്ട് നായാടികളൊക്കെ എങ്ങനെയായി നടന്ന കഥയെന്നാ പറയുന്നുണ്ട്. ജയമോഹൻ സാറിൻ്റെ അടുത്തൊരു നായാടി പറഞ്ഞെടുത്ത കഥയാന്നാ പറയുന്നത്. അതിൽ ആ കഥ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ പറയാം. നായാടികൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ പകലൊന്നും പുറത്തിറങ്ങൂല. കാരണം പകൽ ഇവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആളുകൾ കല്ലെറിയും. അപ്പം അങ്ങനെ കല്ലെറിഞ്ഞ പാടുകളാണ് ഇവരുടെ മക്കൾ. അവർ കുട്ടികളെ ഒരു കുഴി ഉണ്ടാക്കി അതിൽ കിടത്തുകയും അതേപോലെ എലികളെയൊക്കെ ചുട്ട് തിന്ന് രാത്രിയാണ് ഇവർ പുറത്തിറങ്ങുന്നത്. അത്രയും അധമ ജീവിതം നയിച്ചിരുന്ന നായാടികളുടെ കഥയാണ് ഇതിൽ. ഒരു ചെറിയ കുട്ടിയെ ഒരു ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ഒരു ഗുരു ഓടിച്ചിട്ട് പിടിച്ച് അവൻ്റെ മേലുള്ള വ്രണങ്ങളൊക്കെ ഉരച്ച് കഴുകി അവന് ചോറ് കൊടുക്കണം. ചോറ് വലിയ പ്രലോഭനമായിരുന്നു. കുന്നുകൂട്ടി ചോറ് മുന്നിൽ കൊടുത്തിട്ടാണ് ഈ കുട്ടിയെ ഇദ്ദേഹം തിരിച്ചു പിടിച്ചത് ജീവിതത്തിലേക്ക്. അങ്ങനെ പഠിപ്പിച്ചു, IAS കാരനാക്കി. ഒരു IAS കാരൻ്റെ ഭാര്യയാണ്, ഭാര്യയായി കിട്ടിയത് IAS കാരൻ്റെ മകളെയാണ്. അപ്പോൾ ആ സ്ത്രീ ചോദിക്കും, നിങ്ങളുടെ പുറത്ത് എന്താണ് ഇത്രയധികം പാടുകൾ? അപ്പം അദ്ദേഹം പറയുന്നത് ഇതെൻ്റെ ഭൂതകാലത്തിൻ്റെ അടയാളങ്ങളാണ്, കാരണം ഇത് കല്ലേറിൻ്റെ അടയാളങ്ങളാണ്. അപ്പം അങ്ങനെ ജാതീയത നശിപ്പിച്ച ഒരു മനുഷ്യൻ്റെ കഥയാണ്. അപ്പോൾ ആ പുസ്തകം വായിക്കാത്തവർ വായിക്കണം. അതേപോലെ ഈ ഗോസായി ചോറ് എന്ന് പറഞ്ഞ പുസ്തകം വായിക്കുമ്പോൾ പ്രതിഷേധിക്കുന്ന പ്രതിഭയുടെ പ്രകാശനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കലയ്ക്ക് ജീവിതത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കാൻ പറ്റും. ഇനിയും കലാപങ്ങൾ സൃഷ്ടിക്കാൻ, സാഹിത്യത്തിലൂടെ കലാപങ്ങൾ സൃഷ്ടിക്കാൻ ശ്രീ അക്ബറിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കഥയിലൂടെ നേരിനെയും നേരിലൂടെ കഥയെയും വായനക്കാർക്കായി വെളിപ്പെടുത്തുന്നവരുണ്ട്. അത്തരമൊരു കഥാകാരൻ്റെ പുതിയ കഥകളാണ് ഗോസായി ചോറ്. ആ കഥകൾ സ്വീകരിച്ച ഷാബു കിളിത്തട്ടി. എല്ലാവർക്കും നമസ്കാരം. അക്ബർ ആലിക്കരയുടെ ഗോസായി ചോറ് എന്ന ഈ കഥാസമാഹാരം 6 കഥകൾ നിറഞ്ഞതാണ്. ഞങ്ങൾ സ്റ്റേജിലിരിക്കുന്നത് ഏതാണ്ട് 6 പേരുണ്ട്. ഞാൻ കരുതി ഓരോരുത്തരും ഓരോ കഥയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതാപേട്ടൻ മിക്കവാറും ആദ്യം അക്ബറിനോട് പറയും ഇനി ഈ പരിപാടി നടക്കില്ല എന്ന് പറയും. കാരണം ഈ പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പുസ്തകം ഇറക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതൊരു പബ്ലിഷറും ആഗ്രഹിക്കുന്നത് ഒരു എഴുത്തുകാരൻ പുറത്തിറക്കുന്ന പുസ്തകത്തെ വായനക്കാരിലേക്ക് എത്തിക്കുകയും വായനക്കാർ അത് വായിക്കുകയും വേണം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് സുധിരേച്ചി ഒരു കഥയെക്കുറിച്ച് ഏതാണ്ട് പറഞ്ഞു. ഞാൻ 2ാമത്തെ കഥയെക്കുറിച്ച് പറയാൻ പോവുകയാണ്. ഇഷാമുക്ക അങ്ങനെ ഒരു 2 കഥയും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പ്രതാപേട്ടൻ ഇതോടുകൂടി ഈ ഗോസായി ചോറിൻ്റെ പുസ്തകം മടക്കും. പക്ഷെ ഞാനത് ചെയ്യില്ല. കാരണം ഈ കഥകൾ വായിക്കാൻ ഒരു രസമുണ്ടാക്കി തരിക എന്നതാണ് എൻ്റെ കർത്തവ്യം എന്ന തിരിച്ചറിവിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഞാനിതിൽ വായിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കഥയെക്കുറിച്ച് ഞാൻ പരാമർശിക്കാം. ആ കഥ ആനക്കാരി ആമിന എന്നാണ് പേര്. അക്ബർ ആലിക്കരയിലുമുണ്ട് ആനക്കാരി ആമിനയിലുമുണ്ട് മാത്രമല്ല ഇത് വളരെ രസകരമായ കൗതുകകരമായ ഒരു കഥയാണ്. കാരണം ഈ കഥകൾ കൊണ്ടാണോ ലോകം പടുത്തുയർത്തിയിരിക്കുന്നത് എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന വിധത്തിലാണ് കഥകൾ ഓരോ ദിവസവും പിറവികൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പണ്ട് ശ്രീനിവാസൻ ഒരു സിനിമയിൽ തമാശയായി പറഞ്ഞിരിക്കുന്നത് ആകപ്പാടെ ഒരു 4-5 വികാരങ്ങളേ ഉള്ളൂ മനുഷ്യന്. അത് പ്രണയവും വിശപ്പും അതുപോലെ മരണവും ജനനവും ഒക്കെ ആയിട്ടുള്ള പല പ്രതിഭാസങ്ങളും വികാരങ്ങളും മാത്രമേ ഉള്ളൂ. ഈ കുറച്ച് വികാരങ്ങൾ വെച്ചിട്ടാണ് ലോകത്തെമ്പാടും ഇത്രയേറെ കഥകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും എത്രയെത്ര കഥകളാണ് പിറവിയെടുക്കുന്നത്. അപ്പോൾ കഥകൾക്ക് അവസാനമില്ല എന്നത് വീണ്ടും തെളിയിക്കുന്ന ഒരു കഥാകാരനാണ് അക്ബർ ആലിക്കര. ഞാൻ ഈ പറഞ്ഞത് ആനക്കാരി ആമിന എന്നത് കൗതുകമുള്ളൊരു കഥയാകാൻ കാരണം നമ്മൾ വളരെ അപൂർവമായി മാത്രം കേട്ടിട്ടുള്ള ഒരു വനിതാ പാപ്പാനാണ് ഇതിനകത്തൊരു കഥാപാത്രം. വാസ്തവത്തിൽ അവർ പാപ്പാനായി മാറുന്നതല്ല, തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ തൻ്റെ കാമുകനായി പിന്നീട് ഭർത്താവായി മാറുന്ന ആൾ ഒരു പാപ്പാനാവുകയും ആ പാപ്പാന്റെ ജീവിതം ഒരു കൊലച്ചോറാണ് എന്ന് തിരിച്ചറിയുകയും അദ്ദേഹത്തിന്റെ ജീവിതത്തിനൊപ്പം തന്നെ താനും ജീവിക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയുന്ന ആമിന ഒരു പാപ്പാന്റെ റോളെടുത്ത് അണിയുന്നതുമാണ് ഇതിലെ കഥാപാത്രവും കഥയും. അതിൽ വളരെ അറിഞ്ഞോ അറിയാതെയോ അക്ബർ ചേർക്കുന്ന ചില സംഗതികളുണ്ട്. അതായത് ആനയും ആമിനെയും
ഇതിന് രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്നത് ഒരു മീ മാത്രമേ ഉള്ളൂ. ആ മീ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് ചോദിച്ചാൽ ആ കഥാപാത്രമാണ്. അപ്പം ആനയോടാണോ ഇഷ്ടം ആമിനയോടാണോ ഇഷ്ടം എന്ന് ഈ ആമിന ഭർത്താവിനോട് ചോദിക്കുമ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്, ഇടയ്ക്കുള്ള മീ അങ്ങ് മാറ്റിയാൽ മതി എന്നുള്ളതാണ്. അപ്പൊ ഒരു കൗതുകപരമായിട്ട് ചില പേരുകൾ ഇടുന്നതിൽ ഈ കഥാകാരന്മാർ പലപ്പോഴും വിജയിക്കാറുണ്ട്. അതിൽ ഇവിടെ ഇദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ഈ നമ്മൾ MTയുടെയൊക്കെ കഥകൾ വായിച്ചു കഴിഞ്ഞാൽ ആ MTയുടെ കഥകളിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ആ കഥകളെ ഇഴകീറി പരിശോധിക്കുമ്പോൾ നമ്മൾ ആലോചിക്കും, ഇത് അദ്ദേഹം അന്ന് അങ്ങനെ ആലോചിച്ച് തന്നെയാണോ? ഇപ്പം മഞ്ഞില് വിമല എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് നിങ്ങളൊന്ന് എപ്പോഴെങ്കിലും, എല്ലാം കൂടി നമ്മൾ തന്നെ പറഞ്ഞാൽ പിന്നെ വായനക്കാരൻ എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടല്ലോ, നിങ്ങൾ ഇനിയും മഞ്ഞ് വായിക്കുമ്പോൾ ആ മഞ്ഞിലെ വിമല എന്ന് പേരിടാനുള്ള കാരണം എന്തായിരിക്കും എന്ന് ഒന്ന് വെറുതെ ഒന്ന് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതുപോലെ അക്ബർ ആലിക്കരയുടെ ഈ കഥ വായിക്കുമ്പോൾ എന്തുകൊണ്ട് ആമിന എന്ന് പേരിട്ടു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇതിനകത്ത് രസകരമായി പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കാണാത്ത ഒരു ഈ കാമുകനും കാമുകിയും കണ്ടുമുട്ടുന്ന പല സന്ദർഭങ്ങൾ നമ്മൾ ചലച്ചിത്രങ്ങളിലും കഥകളിലും കണ്ടിട്ടുണ്ട്. എന്നാൽ കാണാത്ത ഒരു സന്ദർഭമുണ്ട്. അതായത് എപ്പോഴാണ് ആമിനയെ ഈ പാപ്പാൻ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ആമിനയോടൊപ്പം ഒരു കുട്ടി വന്നു. ഈ കുട്ടിക്കുള്ള കൗതുകം എന്ന് പറഞ്ഞാൽ ആനയുടെ കാലുകൾക്കിടയിലൂടെ നടന്നു പോകാൻ ഒരു കൗതുകം ഉണ്ടായി. അപ്പൊ അങ്ങനെ ആ കുട്ടിയുടെ കൈയും പിടിച്ച് പാപ്പാൻ കാലുകൾക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ ആമിന പറയുകയാണ്, എന്നെ കൂടി എങ്ങനെ കൊണ്ടുപോകാന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആമിനയും കൊണ്ട് നലച്ചൊക്ക ആദ്യത്തെ കൂടിക്കാഴ്ചയാണ്. ഒരു കാമുകനും അല്ലെങ്കിൽ കാമുകനാകാൻ പോകുന്ന ഒരാൾ ഒരു പെൺകുട്ടിയുടെ വികാര വിചാരങ്ങളിൽ ഇയാളെ ഞാൻ പ്രണയിക്കാൻ പോവുകയാണ്. ആ പ്രണയം രൂപപ്പെടുന്നത് എവിടെയാണ്? ആന എന്ന് പറയുന്ന ജീവിയുടെ കാലുകൾക്കിടയിലൂടെ അയാളുടെ കൈയും പിടിച്ച് പോകുമ്പോഴാണ് ആ പ്രണയം രൂപപ്പെടുന്നത്. അന്ന് തീരുമാനിക്കുകയാണ്, ഇനി എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതൊരു ശരിക്കും ഒരു രൂപകവും പ്രതീകവും ഒക്കെ ഉള്ള ഒരു കഥയാണ്. പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ ആനക്കാരൻ ആമിന പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മലയാളത്തിൽ വളരെ അപൂർവമായി മാത്രം സംഭവിച്ചിട്ടുള്ള കഥകളിൽ ഒന്നാണ് ഈ സ്ത്രീ പാപ്പാനായി മാറുന്ന ഒരു കഥ. അപ്പൊ അങ്ങനെ ഒരു കഥ എഴുതിയ അക്ബറിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ദേശമംഗലം രാമകൃഷ്ണന്റെ ഒരു കവിതയുണ്ട്, പുസ്തകങ്ങൾ എന്നാണ് അതിന്റെ പേര് തന്നെ. അത് പറയുന്നത്, പുസ്തകങ്ങൾ ഒന്നുമാകില്ല നിങ്ങളിൽ സങ്കല്പമില്ലെന്നാകിൽ, പുസ്തകങ്ങൾ ഒന്നുമാകില്ല നിങ്ങളിൽ സ്വപ്നങ്ങളില്ലെന്നാകിൽ, പുസ്തകങ്ങളിൽ പൂക്കും ആത്മാക്കൾ അറിയാൻ അല്പം ദയ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം എന്നാണ്. അപ്പൊ ആ ദയയും സഹൃദയത്വവും ഒപ്പം തന്നെ കലാപരമായ എല്ലാ ഭാവവാഹാദികളുമുള്ള ഒരു വായനാ സമൂഹം ഈ ഷാർജയിലുണ്ട്. അക്ബറിന്റെ പുസ്തകം വായിക്കുമെന്നും ഈ ഗോസായി ചോറിനെ ഏറ്റെടുക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ ഭാവവും ആനക്കാരി ആമനയെയും അക്ബർ ആലിക്കരയിലെയും ആ കണ്ടുപിടിച്ച ഷാബു. ഇതുകൊണ്ടാണ് ഷാബുവിന് ഏത് വാർത്തയിലെയും സ്പെഷ്യൽ ന്യൂസ് കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നത്. ഇവിടെയും ആ ഒരു സ്പെഷ്യാലിറ്റി ഷാബു വരുത്തി. പക്ഷേ ഷാബു എണ്ണിയത് 6 പേരെ മാത്രമാണ്. ഇതിന് തുടക്കം കുറിക്കുന്നവനെയും ശുഭമെന്ന് പറയുവാൻ പോകുന്നവനുമായ എന്നെ എണ്ണിയിരുന്നു എന്നുണ്ടെങ്കിൽ 7ആയി മാറിയനെ. 7 എന്നുള്ള അക്കത്തിനാണ് ഏറ്റവും മനോഹാരിതയുള്ളത്. തുടക്കം കുറിക്കുന്നവനും ശുഭം പറയുന്നവനും, അതായത് മുഖച്ചട്ടയും പുറംചട്ടയുമാണ്. ആ 2 ചട്ടയും ഇല്ലെങ്കിൽ ഒരു പുസ്തകമില്ല എന്നതാണ് വാസ്തവം. ഹിഷാം പ്രതാപേട്ടൻ എന്തായാലും കഥ പറയില്ല, അപ്പൊ അതുകൊണ്ട് 6. ഹിഷാം, പ്രിയപ്പെട്ടവരെ, ഞാനും കൂടി കഥ പറഞ്ഞാൽ പിന്നെ അക്ബറിന്റെ പുസ്തകം വായിക്കേണ്ട ഒരു സ്ഥിതിയില്ല. എങ്കിലും ഒരു നല്ല കഥ പറയാം എന്ന് പറഞ്ഞിട്ട് ആ കഥ വായിച്ചു തുടങ്ങുമ്പോൾ ഒരു നല്ല കഥയാണ് എന്ന് തോന്നിയാൽ ആ കഥ വിജയിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷാർജ എന്ന് പറയുമ്പോൾ പുസ്തകോത്സവത്തിനപ്പുറം പ്രകാശനോത്സവം കൂടി നടക്കുന്ന ഒരു പ്രകാശനോത്സവമാണ്. ഞാൻ എൻ്റെ പോലെ ഈ കക്കോട് ശൈഖുന എന്ന ഞാൻ ആദ്യം വായിച്ച കഥ തന്നെ. കാരണം അത് മാത്രം വായിച്ചാൽ മതിയെന്ന് ഞാൻ വിചാരിച്ചു. അത് മതി, കാരണം ചോറ് വെന്തോ എന്ന് നോക്കാൻ ഒരു പറ്റ് നോക്കിയാൽ മതി. അപ്പോൾ വെന്തൊരു കഥയാണ്, വെന്ത് പൂത്തുലഞ്ഞ് വെന്ത് കിടക്കുന്ന ഒരു കഥയാണ് ശൈഖുന എന്ന് പറയുമ്പോൾ. നമ്മുടെ കാരണം മുസ്ലിങ്ങൾക്ക് അറിയാം, ഈ ശൈഖുന എന്ന് പറയുമ്പോൾ നമ്മൾ വല്ലാത്തൊരു ഈ പാതിവൃത്തിയോഗ്യം ശരിയാണെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കാരണം ശൈഖുന എന്ന് പറഞ്ഞാൽ അവർ മനുഷ്യർക്കപ്പുറം ജിന്നുകളുമായിട്ടൊക്കെ സംവദിക്കുന്ന മനുഷ്യാതീതമായ നന്മകളും ഒക്കെ ചേരുന്നു. അതുകൊണ്ട് സ്ത്രീകൾക്ക് പേടിയായിരിക്കും, കാരണം ജിന്നുകളുമായി സഹകരിക്കുന്നവർ സ്ത്രീകൾ കാണാൻ പാടില്ല. പൊതുവെ നമ്മുടെ നാട്ടിൽ തബലീഗുകാർ വന്നാൽ ഈ സ്ത്രീകൾ അവർ മാറ്റി
നമ്മൾ ഞങ്ങളുടെ നാട്ടിലേക്ക് തബലീഗുകാർ വന്ന അവർ മതം പറയുമ്പോൾ പറയും സ്ത്രീകളൊന്നും മാറിയിരിക്കണമെന്ന് പറയും. എന്നിട്ട് വാതിലിൻ്റെ അടുത്ത് നിന്ന് ഇവർ പറയും സ്ത്രീകളെ കണ്ടുപോകും. അപ്പം മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ കഥ വായിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഷൈഖുന കക്കോട് ഷൈഖുന എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധനായ ഒരു മൗലവി ആയിരിക്കും. അപ്പോൾ ഒരു ചെറിയ അന്തർ കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്, സ്വാഭാവികമായിട്ട് വെറുപ്പുണ്ടാകുമെന്നൊക്കെ കരുതി ഞാൻ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ഏതോ ഒരു ദുഃഖത്തിൻ്റെ പിന്നാലെ പായുന്ന ഒരു ഷൈഖുന, ഈ ഷൈഖുന ജീവിതത്തിൻ്റെ ഏതോ ഒരു പാപബോധത്തിൻ്റെ ഭാരം ഏറ്റുവാങ്ങി ഉള്ളിലെ വിങ്ങലോടുകൂടി നടക്കുന്ന ഒരു ഷെയ്ഖിന എന്തുകൊണ്ട് സ്ത്രീകളെ കാണാൻ മടിക്കുന്നു? സ്ത്രീകളൊക്കെ മാറിയിരിക്കണം. അങ്ങനെ ഷെയ്ഖിന ഒരു പള്ളിയിൽ വരുമ്പോൾ ഷെയ്ഖിനയ്ക്ക് വളരെ ഒരു വല്ലാത്ത പരിവേഷമുണ്ട്. അപ്പോൾ സ്ത്രീകളെല്ലാം മാറി നിൽക്കുന്നു പറയുമ്പോൾ ഒരു പെൺകുട്ടി മാത്രം, മറിയം എന്ന് പറയുന്ന പെൺകുട്ടി മാത്രം ഷെയ്ഖിനെ കാണാൻ ദൂരെ നിൽക്കുകയാണ്. അവർ തമ്മിലുള്ള കണ്ണുകൾ എന്തെല്ലാമോ സംവദിക്കുന്നുണ്ട്. പിന്നീടാണ് ആ കഥയുടെ, ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സസ്പെൻസ് പോകും. എങ്കിലും ഞാൻ പറയണേ, ഏതോ ഒരു പാപഭാരം എന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ പാപഭാരത്തിൻ്റെ ഭാരം താങ്ങി ഏതോ ഒരു ഘട്ടത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുന്ന, അങ്ങനെ ജിന്നുകളുമായി മാനസികമായ ഏതോ വിഷാദത്തിൻ്റെ അഗാധതയിൽ ജിന്നുകളുമായി സംബന്ധിച്ച ആ ചെറുപ്പക്കാരന് ഒരു കഥ പറയാനുണ്ടായിരുന്നു. പണ്ടൊരു സ്ത്രീയുമായി ഉണ്ടായിരുന്നു ഒരു പ്രത്യേക തരത്തിലെ അനുരാഗത്തിൻ്റെ കഥ. ആ അനുരാഗത്തിൻ്റെ കഥയിൽ എവിടെയോ പൂത്തുലഞ്ഞ ഒരു രാത്രിയിൽ അല്ലെങ്കിൽ ഒരു നിമിഷത്തിൽ പിറന്നുപോയ ഒരു പെൺകുട്ടിയാണ് ഈ മറിയം. ഈ മറിയത്തിനെ കണ്ടെത്തുന്ന, വല്ലാതെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു കഥ പറഞ്ഞു പോകുമ്പോൾ, ഈ കഥ വായിക്കുമ്പോൾ നമുക്ക് ആരോടും ഒരു പ്രതികാര ബുദ്ധി തോന്നില്ല. അവിടെയാണ് ഈ കഥയ്ക്ക് ഒരു ക്ലാസിക് ടച്ച് വരുന്നത് എന്നെനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ കഥ പറയുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അതിൽ വില്ലനില്ല, നായികയുണ്ടോ എന്ന് ചോദിച്ചാൽ നായികയില്ല. പക്ഷേ മനുഷ്യനെ കേന്ദ്രീകരിച്ച് ആ കഥ ഇങ്ങനെ പോവുകയാണ്. അൻവർ ഒരു രാഷ്ട്രീയക്കാരനാണ്. തീർച്ചയായിട്ടും എനിക്കും രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു കുഴപ്പം പിടിച്ച സംഭവമല്ല. ഞാൻ പറഞ്ഞാൽ രാഷ്ട്രീയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ പറയുന്നതിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാകും. ആ രാഷ്ട്രീയം മനുഷ്യനെ കേന്ദ്രീകരിക്കുമ്പോഴാണ് അത് മനുഷ്യനോട് അടുക്കുന്നത്. അക്ബർ പറയുന്ന കഥകളെല്ലാം തന്നെ മനുഷ്യനെ കേന്ദ്രീകരിച്ചാണ്. മനുഷ്യൻ്റെ സങ്കടം, മനുഷ്യൻ്റെ സ്നേഹം, അവൻ്റെ വിഹുലതകൾ, അവൻ്റെ വിഷാദങ്ങൾ, അവൻ്റെ മോഹങ്ങൾ, മോഹഭംഗങ്ങൾ, അവൻ്റെ കാമനകൾ, ഇതെല്ലാം മനുഷ്യനെ കേന്ദ്രീകരിച്ച് വരുമ്പോഴാണ് അത് പകയില്ലാതെ വല്ലാത്തൊരു ആർദ്രതയോടെ ഈ കഥ നമുക്ക് വായിച്ചു പോകാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞത്, ഒരു നല്ല കഥ പറയട്ടെ എന്ന് പറഞ്ഞു വരുമ്പോൾ മനോഹരമായ ഒരു കഥയിലൂടെ അക്ബർ ആലിക്കര കൂട്ടിക്കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ഞാൻ കഥ പൂർണ്ണമായി പറയുന്നില്ല. തുടക്കത്തിൽ തന്നെ കഥയിലേക്ക് ആകർഷിക്കുന്ന ഒരു മന്ത്രം എങ്ങനെയോ ആലിക്കരയുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് കൂടുതൽ പറഞ്ഞാൽ അധികമാകും, ക്ഷമിക്കുക. ഈ കഥ വായിക്കുക, നിങ്ങളെ തീർച്ചയായിട്ടും വേറൊരു തലത്തിലേക്ക് ഈ കഥ എത്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പുസ്തകോത്സവത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിന് അവതാരകനായിട്ട് നിൽക്കുമ്പോൾ നിയമസഭയിലെ സ്പീക്കറുടെ റോളാണ്. ടൈം പെട്ടെന്ന് കഴിയുമ്പോൾ അതുകൊണ്ട് തന്നെ ലോക കേരള സഭാംഗമായ മോഹനേട്ടൻ സംസാരിക്കും. നിയമസഭയിലേക്കാണ് നമ്മൾ എത്തിയത്. പ്രിയപ്പെട്ട അക്ബർ ആലിക്കരയുടെ തുറന്ന പുസ്തകമാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകമായ ചിലയ്ക്കാത്ത പല്ലി ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത്, ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ആ എഴുത്തുകാരൻ വിജയിക്കുന്നത്, ആ എഴുത്തുകാരൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് വായനക്കാരിലേക്ക് സന്നിവേശിക്കാൻ കഴിയുമെങ്കിൽ അത് വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ചിലയ്ക്കാത്ത പല്ലി ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, അദ്ദേഹം എന്താണോ ഉദ്ദേശിച്ചത് തീർച്ചയായും അത് വായനക്കാരിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം സമയം പോയിന്ന് കൊണ്ടായിരിക്കും മനസ്സിലാക്കുക. അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവരുടെ ഭാവുകങ്ങൾ നേർന്നു. നന്ദി, നമസ്കാരം. മറുപടി അക്ബർ. പ്രിയമുള്ളവരെ, ഒട്ടും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഇരുണ്ട കാലത്തിലൂടെ വന്ന ഒരു ചരിത്രമുണ്ട് നമ്മുടെ നാടിന്. അരി എന്ന് പറയാൻ പോലും കഴിയാതെ കല്ലരി എന്ന് പറഞ്ഞിരുന്ന ആ ഇരുണ്ട കാലഘട്ടത്തിൽ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള ആരെന്ത് കഴിക്കണമെന്നും എന്ത് ഭക്ഷിക്കണമെന്നും ഏത് വസ്ത്രം ധരിക്കണമെന്നും തീരുമാനിക്കപ്പെടുന്ന ഈ പുതിയ കാലം, ആ കാലഘട്ടത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തെ
ഒരു എളിയ എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് അതിനെതിരെയുള്ള ഒരു ചെറിയ പ്രതിഷേധം എന്ന നിലക്കാണ് ഈ ഗോസായി ചോറ് എന്ന പുസ്തകം ഞാൻ എഴുതിയിട്ടുള്ളത്. ഇവിടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പുസ്തക പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ ഈ ആദ്യ പുസ്തകത്തിന് ശേഷം കൂടുതൽ ആളുകളുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത എഴുത്തുകാരിയ KP സുധീര, അതുപോലെ തന്നെ ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകനും സുഹൃത്തുമായ ഷാബു കിളിക്കട്ടിൽ, എൻ്റെ ജ്യേഷ്ഠനും കൂടിയായ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിട്ടുള്ള ഹിഷാം അബ്ദുൽ സലാം, ഇതിൻ്റെ പ്രകാശനം നിർവഹിക്കുമ്പോൾ ഒപ്പം ആദ്യ പുസ്തകം മുതൽ ഇതിൻ്റെ പ്രകാശനം വരെ കൂടെ നിൽക്കുന്ന പ്രതാപൻ തായാട്ട്, അതുപോലെ ഈ പരിപാടി അവതരണം നടത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് രാധാകൃഷ്ണൻ മച്ചിങ്ങൽ, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ജ്യേഷ്ഠൻ മുതിർന്ന ജ്യേഷ്ഠനുണ്ട് MM മൊയ്തുണ്ണി, പാട്ടൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഫൗണ്ടറാണ് അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹം അതുപോലെ തന്നെ ദുബായ് മലയാളം മിഷൻ്റെ കോർഡിനേറ്ററായ ഗോപിയേട്ടൻ, ഷാർജ ഖൈറലിയുടെ ഹമീദ് ഖാൻ, അതുപോലെ തന്നെ വാഹിദ്, അതുപോലെ രഘുമാഷ്, അതുപോലെ തന്നെ പ്രവീൺ പാലക്കൽ തുടങ്ങി ചേതനയുടെ പ്രവർത്തകർ, മറ്റു മാസിന്റെ പ്രവർത്തകർ, അതേപോലെ തന്നെ ലെജൻഡ്സ് പെർഫോമിംഗ് ആർട്സ് സെന്ററിന്റെ ഡയറക്ടർ, ഒപ്പം ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ മലയാളം മിഷൻ, ദുബായ് മലയാളം മിഷന്റെ പ്രവർത്തകർ, മുഴുവൻ ആളുകൾക്കും കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി.